ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മോഷൻ സെൻസറിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഔട്ട്ഡോറിനാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഔട്ട്ഡോർ മോഷൻ സെൻസറായിട്ടാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പ്രൈസ് ചെയ്തേക്കുന്ന MRP 800 ആണ്. നമുക്ക് വന്നേക്കുന്ന കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 540 ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഡിറ്റക്ഷൻ റേഞ്ച് 180 ഡിഗ്രി വരെ ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ വോൾട്ടേജ് നമ്മുടെ സാധാരണ AC വോൾട്ടേജ് ആണ്. റേറ്റഡ് ലോഡ് വരുന്ന മാക്സിമം 1200 വാട്ട്സ് ആണ്. പിന്നെ LED-യും CFL ഒക്കെ ആണെങ്കിൽ 600 വാട്ട്സ് വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഡിറ്റക്ഷൻ ഡിസ്റ്റൻസ് വരുന്നത് 12 മീറ്റർ ആണ്. ഓക്കെ, പിന്നെ ഡിലേ ചെയ്തിട്ടുണ്ട് 10 സെക്കൻഡ്സ്. ആംബിയൻ ലൈറ്റ് നമ്മൾ പുറത്താണ് മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മൗണ്ടിങ് ഹൈറ്റിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്ന ഇൻസ്റ്റലേഷൻ ഹൈറ്റ് 1.8 to 2.5 മീറ്റർ ആണ്. ഓക്കെ, ഇത്രയാണ് എൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. ഡിറ്റക്ഷൻ മോഷൻ സ്പീഡും കൂടി ചെയ്തിട്ടുണ്ട്. 0.6 to 1.5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. മറ്റേ 0.6 to 1.5 MBAR/s ആണ് ഡിറ്റക്ഷൻ സ്പീഡാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ IP44 റേറ്റിംഗ് ഉള്ള ഡിവൈസാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഔട്ട്ഡോർ ആണ് മൗണ്ട് ചെയ്യാൻ പോകുന്നത്. 180 ഡിഗ്രി ആണ്, 12 മീറ്റർ ആണ്. ഓക്കെ, AC സപ്ലൈ വേണം. ഓക്കെ, നമുക്ക് പവർ ഇല്ലാതെ വർക്ക് ചെയ്യില്ല. ഇതാണ് എൻ്റെ ഡിവൈസ് വരുന്നത്. നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് വരുന്നത്. അപ്പം നിങ്ങൾ എവിടെയാണ് മൗണ്ട് ചെയ്യണം അതനുസരിച്ച് ഇരിക്കും. ഓക്കെ, നിങ്ങൾ സൈഡ് വോളിൽ മൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്കിതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ടേൺ ചെയ്ത് വെക്കണം. ഓക്കെ, സൈഡിലെ ഇതിലാണെങ്കിൽ നമ്മൾ സീലിംഗ് മൗണ്ടിങ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ സെൻസർ ഇതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് വെക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിറ്റക്ഷൻ ഏരിയ വരുന്ന ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിറ്റക്ഷൻ ഏരിയ വരുന്നത്. ഈ പ്ലേറ്റ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ട്. ഇനി ഈ സെൻസറിൻ്റെ അകത്ത് നമുക്ക് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, ലക്സ് ഉണ്ട്. ഇത് നമ്മുടെ ലൈറ്റ് സെൻസിറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ലൈറ്റ് ഉണ്ടെന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ആണ് കിടക്കുന്നത്. ഞാനത് മിനിമത്തിലേക്ക് ഇടുവാണ്. ഓക്കെ, ഇതിങ്ങനെ നമുക്ക് ടേൺ ചെയ്താൽ മതി. ടേൺ ചെയ്തിട്ട് നമുക്കിവിടെ കണ്ടോ ഓരോ റേറ്റിംഗ് ഉണ്ട്. 333 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഏകദേശം 30 അല്ല, അതിന് താഴെ ഇത്തിരി വയ്ക്കുകയാണ്. ഓക്കെ, 30ക്കാളും ഇത്തിരിയും കൂടി താഴെ വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ 3യും 30യുടെ ഏകദേശം മിഡിലായിട്ട് വരും. ഇത് ലക്സ് ആണ്. നമ്മുടെ ലൈറ്റിംഗ് കണ്ടീഷൻസ് അനുസരിച്ച് ഓൺ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ടൈമിംഗ് ഉണ്ട്. ഓക്കെ, ടൈമിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 10 സെക്കൻഡ്സ്, 30 സെക്കൻഡ്സ്, 90 സെക്കൻഡ്സ്, 3 മിനിറ്റ്, 7 മിനിറ്റ്, 15 മിനിറ്റ്സ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് എത്ര ടൈം നമ്മൾ ഈ ലൈറ്റ് ട്രിഗർ ചെയ്തതിന് ശേഷം ഓൺ ആയിട്ട് ഇരിക്കണം എന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 10 സെക്കൻഡ്സ് വേണോ, 30 സെക്കൻഡ്സ് വേണോ, 90 സെക്കൻഡ്സ് വേണോ? ഞാനപ്പോൾ അത് 3 മിനിറ്റ്സ് ആയിട്ട് വയ്ക്കുകയാണ്. ഓക്കെ, 3 മിനിറ്റ്സ് ആയിട്ട് വയ്ക്കുകയാണ്. 7 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്, ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ് വരുന്നത്. നമ്മുടെ വെളിച്ചം കുറയുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് കത്തണം. വെളിച്ചം കുറയുമ്പോൾ ലൈറ്റ് കത്തണം. ആ ലൈറ്റ് കത്തുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ഓൺ ആയതിനു ശേഷം 3 മിനിറ്റ് കഴിഞ്ഞിട്ടേ സ്വിച്ച് ഓഫ് ആവാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ലക്സ് കൂടുന്തോറും നിങ്ങൾക്ക് ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ട്രിഗർ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കുറയും തോറും നമ്മൾ ആ 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലോ കണ്ടീഷനിലായിരിക്കും. അതേപോലെ തന്നെ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റ്, 7 മിനിറ്റ്, 15 മിനിറ്റ്സ്, അങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട് 90 സെക്കൻഡ്, 30 സെക്കൻഡ്, 10 സെക്കൻഡ്, അങ്ങനെ ഓരോ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന റിക്വയർമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് ആകുമ്പോൾ, അതായത് സന്ധ്യസമയം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ലൈറ്റ് ആക്ടിവേറ്റഡ് ആയിരിക്കണം, മോഷൻ സെൻസർ ആക്ടിവേറ്റഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം മോഷൻ സെൻസിങ് ട്രിഗർ ചെയ്തിട്ട് ലൈറ്റ് ഓൺ ആണെങ്കിൽ മിനിമം 3 മിനിറ്റ്സ് ലൈറ്റ് കത്തണം. അതിനുശേഷം മോഷൻ ട്രിഗറിങ് ഓൾറെഡി ഉണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആവില്ല. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ട്രിഗറിങ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ആവും. അങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്.
അത് നിങ്ങളുടെ സെറ്റിങ്സ് അനുസരിച്ച് നമുക്ക് എപ്പോഴും ഇത് വെച്ചിട്ട് ഇങ്ങനെ ഈ നോബ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് യൂഷ്വലി ഫസ്റ്റ് ടൈം കണക്ട് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം പിടിക്കും കാലിബ്രേറ്റ് ആവാൻ. അതിനുശേഷം ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെയൊക്കെ ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഫുൾ ടൈം ലോഡ് ഓൺ ആയിരിക്കും, ചിലപ്പോൾ ലോഡ് ഓഫ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് സ്റ്റെബിലൈസേഷൻ വരുള്ളൂ. ഓക്കെ, നമുക്ക് ഈ സെൻസറിനൊപ്പം നമുക്ക് 2 ലീഫ്ലെറ്റ്സ് പോലെ ഇതാണ് വരുന്നത്. ഒരെണ്ണം അവരുടെ വേറെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് അവരുടെ പ്രൊഡക്റ്റ് റേഞ്ചാണ്, IR പ്രൊഡക്റ്റ് റേഞ്ചും ആ ഡീറ്റെയിൽസൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വേറെ ഒരെണ്ണം വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂസർ മാനുവലാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റലേഷനും അതിൻ്റെ വർക്കിങ്ങിൻ്റെ ഡീറ്റെയിലും ഇതൊക്കെ ഇതിൽ നിന്ന് അറിയാൻ പറ്റും. നമ്മുടെ കൺട്രോൾസും ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കണക്ഷൻ ഡയഗ്രാം പോലെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസും ആ സെൻസറിൻ്റെ യൂണിറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബേസാണ് നമ്മൾ വാളിലേക്ക് മൗണ്ട് ചെയ്യുന്ന ഈ ഏരിയ കണ്ടോ, ഇവിടെ സ്ക്രൂസ് ഉണ്ട്. ഇനി ഇതും നമ്മുടെ സെൻസറിൻ്റെ യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ആ 2 സ്ക്രൂ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, ആ 2 സ്ക്രൂ നമ്മളിപ്പോൾ റിമൂവ് ചെയ്തെടുത്തേക്കാണ്. ആ 2 സ്ക്രൂ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം കാണാൻ പറ്റും. ഇതും നമുക്ക് റിമൂവ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 2 ഇതിലിങ്ങനെ വച്ചേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് 3 വയേഴ്സ് വന്നിട്ടുണ്ട്. ബ്രൗൺ, ബ്ലൂ, റെഡ്, ഇങ്ങനെ 3 വയേഴ്സാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. L, N, A നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കണം. ഇതിനകത്ത് നമുക്ക് L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ലൈനാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഡയറക്റ്റ് ഫേസ് വയറാണ് വരുന്നത്. അപ്പോൾ ഇത് നോക്കിയാലും അറിയാൻ പറ്റും നിങ്ങൾക്ക്. നമ്മുടെ ആ ഫിഗറും ഇതും കൂടി വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ അതിനകത്ത് നമ്മൾ എഴുതിയേക്കണ L ബ്രൗൺ, ഓക്കെ, ലൈനാണ് വരുന്നത്. ന്യൂട്രൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ, N ബ്ലൂ. ഓക്കെ, ഇതിൻ്റെ Lഉം ഇതിൻ്റെ Nഉം, A എന്ന് പറഞ്ഞാൽ റെഡാണ്. ഓക്കെ, അങ്ങനെയാണ് 3 എണ്ണം വരുന്നത്. അപ്പോൾ നമ്മുടെ കണക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ ഇവിടെ വരും. ഓക്കെ, അതായത് ഡയറക്റ്റ് ഫേസ് ഈ സെക്ഷനിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം, ഇത് ലൂസ് ചെയ്തിട്ട്. രണ്ടാമത്തെ കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ വയറാണ്. ന്യൂട്രൽ വയർ നമ്മൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വയറാണ്. ഓക്കെ, ഈ ന്യൂട്രൽ വയറും ഫേസ് വയറും ഇത് ഔട്ട്പുട്ടാണ് കേട്ടോ. L എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫേസ് നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന കണക്ഷനാണ് ഈ ഇതിലേക്ക് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ ലൈറ്റിൽ നിന്ന് വരുന്ന ന്യൂട്രൽ, ഓക്കെ, നമ്മുടെ ലൈറ്റിൽ നിന്ന് വരുന്ന ന്യൂട്രും നമ്മുടെ മറ്റേ ന്യൂട്രും കൂടി ഷോർട്ട് ചെയ്തിട്ട് ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ലൈറ്റിൽ നിന്ന് വരുന്ന ന്യൂട്രും നമുക്ക് ലൈറ്റിലേക്ക് പോകുന്ന ന്യൂട്രും കൂടി ഈ ഷോർട്ട് ചെയ്തിട്ട് ഈ ഒരു സെക്ഷനിൽ വരും. ഇനി A എന്ന് പറഞ്ഞത് നമുക്ക് ഓട്ടോമാറ്റിക് ലോഡ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അത് ലാസ്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. A എന്ന് പറഞ്ഞ സെക്ഷനിലാണ് നമ്മുടെ ലോഡിലേക്ക് പോകുന്നത്, അതായത് ലൈറ്റിലേക്ക് പോകുന്ന ഫേസ് വയർ ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, ഈ ന്യൂട്രും രണ്ടും കൂടി ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ലോഡിൽ നിന്ന് വരുന്ന ലൈറ്റിൽ നിന്ന് വരുന്ന ന്യൂട്രും നമുക്ക് ലൈറ്റിലേക്ക് പോകുന്ന ന്യൂട്രും രണ്ടും കൂടി ഇവിടെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇത് വരുന്ന ഫേസ് വയർ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻസ്, വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേസ് നമുക്ക് മൗണ്ട് ചെയ്യാം. ഓക്കെ, ഈ ബേസിൽ ഇവിടെ സ്ക്രൂസ് ഉണ്ട്, 2 കോർണറിലാണ്. ഈ 2 ബേസ് നിങ്ങൾ എവിടെയാണോ വയ്ക്കണേ അവിടേക്ക് നിങ്ങൾ മൗണ്ട് ചെയ്യുക. മൗണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കണക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇതിനകത്തുള്ള കണക്ഷൻസ് കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഡിറ്റക്ഷൻ ഏരിയ വേണ്ട അനുസരിച്ച് നിങ്ങൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക സ്ക്രീൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ റിക്വയർമെൻ്റ് അനുസരിച്ച് ഞാനൊരു 40 വാട്ട്സിൻ്റെ ഫ്ലഡ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കാണ് ഈ മോഷൻ സെൻസർ കണക്ട് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് ഉടനെ മോഷൻ ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ പാസേജ് ഇലിമിനേറ്റ് ചെയ്യാൻ ഉള്ള ഒരു കൺസെപ്റ്റിനാണ് ഞാൻ ഈ മോഷൻ സെൻസർ മേടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഈ കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കണക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മോഷൻ ഡിറ്റക്ഷൻ ചെക്ക് ചെയ്യാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ബാൽക്കണിയുടെ താഴെയാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് റെയിൻ വരില്ല. ചാറ്റമഴയൊക്കെ വരുവാണെങ്കിൽ അടിക്കും. എന്തായാലും IP റേറ്റിംഗ് ഉണ്ട്. ഇതിപ്പോൾ ഞാനൊരു 30 വാട്ട്സിൻ്റെ LED ഫ്ലഡ് ലൈറ്റിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് സെൻസർ ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്കും മോഷൻ ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് ഓൺ ആവും. നമ്മൾ കണ്ടു സെൻസിറ്റിവിറ്റി വളരെ കുറവാണ് വെച്ചേക്കുന്നത്, ലക്സ് വളരെ കുറവാണ് വെച്ചേക്കുന്നത്. അതായത് നൈറ്റിൽ മാത്രമേ ഇത് കത്തുള്ളൂ. അതേപോലെ ഓൺ ആയി കഴിഞ്ഞെങ്കിൽ 3 മിനിറ്റ്സ് വരെ നമുക്ക് ലൈറ്റ് ഓൺ ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു സെറ്റിങ്ങിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 7 PM കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നടന്നു പോവുകയാണ്, ബാക്കിലേക്ക് നടന്നു പോകണം ഓൺ ചെയ്തിട്ട്. അപ്പോൾ സെൻസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലൈറ്റ് കത്തും. ഓക്കെ, ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷനും ഇതൊക്കെ വർക്കിംഗ് ഫൈനാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ലൈറ്റ് സെൻസിറ്റിവിറ്റി നമ്മുടെ ടൈമിങ്ങും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മൗണ്ട് ചെയ്യാം. ഡയറക്റ്റ് ലൈറ്റിലേക്ക് കൊടുക്കാം. നമുക്ക് എവിടെയൊക്കെ മോഷൻ വേണോ അതനുസരിച്ച് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ്, ഔട്ട്ഡോർ സെൻസറാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോന് ലൈക്ക് ബട്ടൺ അടിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.